ഫ്രഷ് ചെമ്പല്ലി കണ്ടോ. വൈപ്പിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാൽ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും നമുക്ക് നല്ല മീനൊന്നും കിട്ടാനില്ല. അപ്പൊ വൈപ്പിൽ എന്നെ അവരെ വിളിച്ചു വെച്ചോ പറഞ്ഞു മീനുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ. നല്ല മഴയാണ് കേട്ടോ. എന്റെ ക്യാമറാമാനെ ഇന്ന് വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതാ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. വണ്ടി വെള്ളം വീഴരുതല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഞാൻ അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വൈപ്പിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അടിപൊളി ചെമ്പല്ലിയുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ എടുത്തു വരണം, വെട്ടാൻ കൊടുത്തേക്കണം. ഒന്ന് കൊടുത്തോട്ടെ ഇങ്ങോട്ടെ. നല്ല ഫ്രഷ് ചെമ്പല്ലി കണ്ടോ. 2 കിലോ 2.5 കിലോ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം, ചെത്താൻ കൊടുത്തു. നമുക്ക് ഗ്രില്ല് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. പ്രസമാക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പല്ലി 4 കിലോയുടെ ഒരു ചെമ്പല്ലിയാണ് കണ്ടോ. നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ ഗ്രില്ലിംഗ് മെഷീനൊക്കെ മേടിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ. ഞാനിത് വെട്ടാതെ കൊണ്ടുവന്നത് വലിയ പാരയായി പോയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഗ്രില്ലിംഗ് മെഷീൻ നമ്മൾ കത്തിച്ചത് കനലൊക്കെ ആക്കി നമുക്ക് മസാലയൊക്കെ പുരട്ടാം. കുറച്ചുകൂടെ കനലാവാറുണ്ട്. ആ സമയം നമുക്ക് മസാല പുരട്ടി കുറച്ച് നേരം വെക്കാം. അപ്പോൾ അതാ 1 സ്പൂണ് മുളക് പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഫിഷ് മസാല കേട്ടോ. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി, കുറച്ച് ഉപ്പ് ചേർക്കാം. ബാർബിക്യൂ മസാല കണ്ടോ, അത് നമുക്കിതാ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉപ്പ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഉപ്പ് കുറച്ച് ഒന്ന് മാറ്റാം. ഈ മസാല എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് പണി വളയനെയായിരുന്നു. ഈ ബാർബിക്യൂ മസാലയ്ക്ക് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചുകൊണ്ടായിരിക്കും. ദേ പച്ച കുരുമുളക് ഉണങ്ങി പൊടിച്ചതാണ്. ഉണക്ക കുരുമുളകല്ല, പച്ച കുരുമുളക് പൊടിച്ചെടുത്ത പൊടിയാണ്. ഇതാ 1 സ്പൂണേ. തൈര്, ദേ ഇത് ചാലിക്കാനായിട്ടുള്ള തൈര്, വെള്ളത്തിലല്ലേ ചാലിക്കുന്നത് കേട്ടോ. ഇത് 2-3 സ്പൂൺ തൈര്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാനീര്. പിന്നെ നമുക്ക് നാരങ്ങാനീരൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതേലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ബട്ടർഫ്ലൈ കട്ടിങ് അത് നമ്മുടെ ഗ്രില്ല് ചെറുതായതുകൊണ്ട് അതേ പറ്റൂല. അതുകൊണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ട് ഇതാ മസാല എല്ലാം ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി. എന്ത് വായിക്കൂടെ വെള്ളം വരുന്നുണ്ടോ? നല്ല പുളിയുള്ള മസാലയല്ലേ. പുളിയുള്ള മസാല നല്ല സ്മെല്ലും. നമുക്ക് അകത്തൊക്കെ തേച്ച് കൊടുക്കാം. അകത്ത് തേക്കുമ്പം എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. ഈ മുള്ള് കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. മുള്ള് കയ്യിലേക്ക് കിഴിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാലോ. അടിപൊളിതാ. കണ്ടോ, കറക്റ്റ് നീളം കേട്ടോ. നമ്മുടെ ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ശരിക്കും ബട്ടർഫ്ലൈ രീതി കട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഇതിൽ പറ്റത്തില്ല, ഗ്രില്ല് മെഷീൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തു. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൂടൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാ ടേസ്റ്റാണെന്നറിയാം, നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പർ സാധനം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള വിഷയം മേടിച്ചിട്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും കേട്ടോ. ഞാനിതിങ്ങനെ മേടിച്ചുകൊണ്ട് വലിയ ഇതായിട്ട് പറയുന്നതാണോ നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. ഞാൻ ആദ്യമായിട്ട് മേടിച്ചപ്പോൾ എനിക്കെന്തോ വലിയ സംഭവം പോലെ തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടോടെ കഴിക്കട്ടെ.